ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിരങ്ങ വെച്ചിട്ടൊരു സൂപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഉപ്പും കുരുമുളകും പിന്നെ 4-5 വെളുത്തുള്ളിയും ഒരു കഷ്ണം സവാളയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കുക്കറിനകത്ത് 2 വിസിൽ വേവിച്ചെടുത്തതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം. പെട്ടെന്ന് വേവുന്ന പച്ചക്കറി ആയതുകൊണ്ട് തന്നെ 2 വിസിലൊക്കെ മതിയാകും. ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. രുചി കൂട്ടാനും കൊഴുപ്പ് ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടർ ഉരുക്കിയെടുത്തതിന് ശേഷം അരച്ചെടുത്ത മിക്സ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ കുക്കിംഗ് ക്രീമോ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകൊക്കെ പാകപ്പെടുത്തിയതിന് ശേഷം ജീരകപ്പൊടിയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടും മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കഷ്ണം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം തിളപ്പിക്കുന്ന സമയത്തും ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളാവുമല്ലോ. അപ്പോൾ ഇനി വേറെ രീതിക്കും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഈ ചെറിയ ജീരകം ചേർത്തതാണ് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി വെജിറ്റബിൾസ് കഴിക്കാനും മടിയുള്ളവർക്ക് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനെ സൂപ്പാക്കിയിട്ട് കഴിക്കാം. പിന്നെ ഭയങ്കര രസം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിക്കാൻ മടിയുള്ളവർക്ക് അത്യാവശ്യത്തിന് ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഉപയോഗിക്കാമെന്ന് മാത്രം. കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ചൂടോടുകൂടിയോ ചൂടാറിയിട്ടും കഴിച്ച് നോക്കാം കേട്ടോ. ചൂടാറിയിട്ട് കഴിച്ചപ്പോഴാണ് എനിക്കൊന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിച്ച ഒരു ടേസ്റ്റും നല്ലതായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ജീരകം മാത്രം ചേർത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറയൂ. ഹെൽത്ത് വൈസ് നല്ലതായിരിക്കും. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫാറ്റൊക്കെ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ ബട്ടർ ഇട്ടിട്ട് കോഫി കഴിക്കാൻ മടിയുള്ളവരാണെങ്കിലും ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടറിന് പകരം ഫാറ്റ് ടാലോ ആയി ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇതുണ്ടാക്കുന്ന സമയത്ത് ടാലോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.